കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നിരുന്നു, ഇഡിയുടെ റെയ്ഡ് നടന്നിരുന്നു. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരുന്നു. ഇതൊന്നുമായും ബന്ധമില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പൃഥ്വിരാജിന് പിന്നാലെ ഇപ്പോൾ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു. 2 സിനിമകളിലെ ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് തേടിയിട്ടുള്ളത്. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ വിവരങ്ങൾ തേടിയിരിക്കുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഇനി എമ്പുരാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ ആർക്കൊക്കെയാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വരാതിരിക്കുക എന്നതിലെ കൗതുകമുള്ളൂ എന്ന് തോന്നുന്നു. പ്രത്യക്ഷത്തിൽ ഇതൊന്നുമായും യാതൊരു ബന്ധമില്ല എന്ന് കേന്ദ്ര ഏജൻസികൾ പറയുമ്പോഴും എന്തായാലും ലിസ്റ്റിൽ അടുത്ത പേർ ആന്റണി പെരുമ്പാവൂരിന്റേതാണ്. ശ്രീജ, ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച, പിന്നണിയിൽ പ്രവർത്തിച്ച, ലൂസിഫറുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന, എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചവർക്ക് ഓരോരുത്തർക്കുമായിട്ട് നോട്ടീസ് നൽകുന്നു എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അല്ലെങ്കിൽ ഇ ഡി, ഈ 2 ഏജൻസികളും ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഈ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ഇത് വളരെ കൗതുകമായിട്ട് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലായി നടത്തിയ ഈ സിനിമയും എടുത്തുപോയ സിനിമകളാണിത്. എല്ലാം 2022 അടക്കമുള്ള കാര്യങ്ങൾ അന്ന് ചില പരിശോധനകൾ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസിനെല്ലാം തന്നെ അധികൃതർ വിശദീകരിക്കുന്നത്. കാരണം 2022 ഈ മലയാള സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ചില പരിശോധനകൾ ആദായ നികുതി വകുപ്പ് നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സിനിമാ നിർമ്മാണ കമ്പനികൾ, പ്രത്യേകിച്ച് ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് ഫിലിംസ്, അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനി അടക്കം ഇതിൽ പരിശോധനയിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഏതാണ്ട് പ്രധാനപ്പെട്ട 5ഓളം നിർമ്മാണ കമ്പനി, അതിൽ പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻസിന്റെ ഇതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അന്നെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളാണ് നടന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടീസിനെയും ആ രീതിയിലാണ് അവർ ബന്ധപ്പെടുത്തുന്നത്. അന്ന് നടത്തിയ പരിശോധനകൾ, അതിൻ്റെ ഒരു അസസ്മെൻ്റ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ തുടരുകയായിരുന്നു. അതിന് തുടർച്ചയെന്ന വണ്ണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടീസ് എന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയതായിട്ട് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ശ്രീജി അവർ പറയുന്നത് ഇതിൻ്റെ ഈ ഓവർസീസ് റൈറ്റുകൾ, അതായത് വിദേശത്തുള്ള ഇതിൻ്റെ ഒരു വിതരണാവകാശം സംബന്ധിയായ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുത്താനുണ്ട് എന്നതാണ് വിശദീകരിക്കുന്നത്. കാരണം ഇത് ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു കച്ചവടം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ വിതരണാവകാശം എടുക്കുന്നത്, ഇവർ തമ്മിലുള്ളൊരു പണക്കൈമാറ്റം എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളിലടക്കം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ കണക്കുകൾ അതിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പൃഥ്വിരാജിനായി ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ഉണ്ടായിരുന്നു. അത് 3 സിനിമകളുടെ പേരിൽ അതിൻ്റെ ഒരു നിർമ്മാണ പങ്കാളിയാണ് പൃഥ്വിരാജ്. അതിൽ പ്രതിഫലം വാങ്ങാതെ നിർമ്മാണ പങ്കാളി എന്ന രീതിയിലായിരുന്നു ആ സിനിമകളിൽ പൃഥ്വിരാജ് സഹകരിച്ചിരുന്നത്. അപ്പോൾ അതിൽ പൃഥ്വിരാജിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന തുകയുണ്ട്. ഈ തുകയുടെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ, അതിൻ്റെ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നികുതി ഒടുക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വേണമെന്ന രീതിയിലായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. ഈ മാസം 29-നകം തന്നെ ഈ കണക്കുകൾ സംബന്ധിയായ കാര്യങ്ങൾ കൃത്യത വരുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. സമാന സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് നൽകിയിട്ടുള്ള നോട്ടീസിലും പറയുന്നത്. അറബിക്കടലിൻ്റെ സിംഹം, കുഞ്ഞാലിമരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ, അതോടൊപ്പം തന്നെ ലൂസിഫർ, ഈ 2 സിനിമകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള തുകകൾ, ഈ നിർമ്മാണത്തിൽ വന്ന തുകകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിലൊരു വിശദീകരണമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരുത്തണം എന്ന രീതിയിലാണ് ഈ നോട്ടീസ് വന്നിട്ടുള്ളത്. അതിന്റെ ഗോപാലിന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ അന്വേഷണം തുടരുകയാണെന്ന് അറിയുന്നു. ഇനി കുറച്ച് രേഖകൾ പിടിച്ചെടുത്ത് പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് എന്ന രീതിയിൽ സൂചനകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ, ഈ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നത്?
കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയുണ്ട്. അത് വളരെ വിപുലമായ രീതിയിൽ നടത്തിയ പരിശോധനയാണ്. ഗോകുലം ഗോപാലിൻ്റെ വസതിയിലും ഓഫീസുകളിലും ചെന്നൈയിലും ചെന്നൈയിലും കോഴിക്കോടുമെല്ലാമായിട്ട് നടത്തിയ പരിശോധനകളാണ്. അതിൽ നിരവധിയായ രേഖകളടക്കം കണ്ടെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കണക്കിൽപ്പെടാത്ത 1 കോടിയിലധികം രൂപയും കണ്ടെടുത്തതായി പറയുന്നു. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട്, ഫെമയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകൾ, അതോടൊപ്പം തന്നെ ഇതുമായി കമ്പനി ബോധ്യപ്പെടുത്തുന്ന കണക്കുകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഈ പരിശോധനയിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം കള്ളപ്പണം ആ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കണക്കിൽപ്പെടാതെ വിദേശത്തു നിന്നടക്കം ഫെമയുടെ ലംഘനം നിലനിർത്തിക്കൊണ്ട് തന്നെ വൻതുക വന്നിരിക്കുന്നു ഗോകുലത്തിൻ്റെതായ കണക്കുകളിലേക്ക് എന്നതാണ്. ഈ പണം സിനിമാ നിർമ്മാണത്തിനടക്കം ഉപയോഗിച്ചോ എന്നത് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഗോകുലം ഗ്രൂപ്പ് അവർ ഈ സിനിമാ നിർമ്മാണ മേഖലയിൽ അടക്കം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്കറിയാം, എമ്പുരാൻ എന്ന സിനിമയുടെ വിതരണാവകാശം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ എമ്പുരാൻ്റെ സിനിമ വിതരണവും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒടുവിലാണ് ഗോകുലം ഗ്രൂപ്പ് ഗോകുലം ഗോപാലടക്കം കടന്നു വരികയും ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇവരിലേക്ക് വന്നിട്ടുള്ള ഈ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള പണമത്രയും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ ഒരു പങ്കാളിത്ത സ്വഭാവം എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് അതിൻ്റെ കണക്കുകളുള്ളത്. നിലവിൽ തന്നെയും ഈ ഫെമയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ കമ്പനിയിൽ തന്നെയും ഈ വന്നിട്ടുള്ള പണം ഏത് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഏതെങ്കിലും രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറ്റകരമായ രീതിയിലാണ് എന്നതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ കമ്പനി നൽകുന്ന വിശദീകരണം എന്താണ്? ഇപ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളുടെ ചോദ്യം ചെയ്യലും നടക്കും. ഇതിൽ ഏതെങ്കിലും രീതിയിൽ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നു. എന്തായാലും ഇതിൽ പൊതുവിൽ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇതിനൊരു എമ്പുരാൻ ഇഫക്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ പൊതുവിൽ കാണുകയും ഇതിൻ്റെ ഒരു വിമർശനം ഉയരുകയും ചെയ്യുന്നത്. എന്നാൽ അതങ്ങനെയല്ല. ഇത് സാധാരണ ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ വളരെ വിപുലമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്കൊടുവിൽ ഇന്നലെ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട്, RBI ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നൊക്കെ കണ്ടെത്തിയതായി ED ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു.